കൂട്ടുകാരെ, എല്ലാവർക്കും കുക്കീസ് ഒക്കെ ഇഷ്ടമാണല്ലോ. അപ്പൊ നമുക്കിന്ന് ഒരു കുക്കീസ് ആയാലോ? വാനിലാവും ചോക്ലേറ്റും മിക്സ് ചെയ്തത്. വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി 1/4 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 വലിയ ടീസ്പൂൺ ഓയിലും 3 വലിയ ടീസ്പൂണ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി കുഴച്ചെടുക്കാം. ബട്ടർ ചേർക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാത്ത ബട്ടർ വേണം ചേർക്കാനായിട്ട് കേട്ടോ. ഇപ്പൊ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ടല്ലോ. അതിൽ വലിയൊരു ഭാഗം നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉള്ള ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വലിയ ഭാഗത്തിലോട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക വലിയ പോർഷൻ മാവിലേക്ക്. അതാണ് നമ്മുടെ വാനില കുക്കീസിന്റെ ബാറ്റർ. ഇത് നമ്മൾ ചെറിയ പോർഷൻ എടുത്ത് വെച്ചത്. അതിലോട്ട് 2 ടീസ്പൂണോളം കൊക്കോ പൗഡറും 1 ടീസ്പൂണോളം കോഫി പൗഡറും 1 ടീസ്പൂണോളം വാട്ടറും, അതായത് കോഫിപ്പൊടിയിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലോട്ട് ഒഴിക്കാൻ. അപ്പൊ 2 കുക്കീസിനുള്ള ബാറ്ററും റെഡിയായി. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് കുറേശ്ശെ ഉരുട്ടിയെടുക്കാം. നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ട് ഞാൻ 4 പോർഷനാക്കി തിരിച്ചിട്ടുണ്ട്. ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇനി ഇത് അടുത്തത് നമ്മൾ ചോക്ലേറ്റിന്റെ ഉരുട്ടിയെടുക്കാം. ചോക്ലേറ്റ് ഞാൻ 7 പോർഷനും വാനില നമുക്ക് 4 പോർഷനും. ഇനി ഓരോ പോർഷനും നമ്മുടെ ഫുഡ് പൊതിയണ കവർ ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ അടക്കടക്കായി വെക്കാം. എന്നിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്യാം. മുകളിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ നന്നായി പ്രസ് ചെയ്യാം. എന്നിട്ട് ആ കവർ വെച്ചിട്ട് നന്നായി മൂടാം. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇതിട്ട് കട്ട് ചെയ്തെടുക്കുക. നല്ല സ്ലൈസായി കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ നമ്മുടെ ഡിസൈൻ. അതായത് ചോക്ലേറ്റും വാനിലാവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ചതിനാൽ ഇതാണ് ഇതുപോലെ ഡിസൈൻ കിട്ടിയത്. കണ്ടില്ലേ? ഞാനൊരു ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്തപ്പോൾ കുറച്ച് വലുതാക്കി കട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ചെറുതാക്കി കട്ട് ചെയ്യുക. അപ്പൊ പിന്നെ വേവിച്ച് വരുമ്പോൾ കുറച്ച് ഒന്നും കൂടി വലുതാവും. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് കട്ട് ചെയ്യുക. ഞാൻ ഓവനിൽ 150 ഡിഗ്രിയിൽ 20 മുതൽ 25 മിനിറ്റ് വരെ കുക്ക് ചെയ്തു. കണ്ടില്ലേ? മുകളിലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സീബ്ര കുക്കീസ് ഇഷ്ടായ? അപ്പൊ എല്ലാവർക്കും സീബ്രാസ് കുക്കീസ് ഇഷ്ടായെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആദിലക്ഷ്മി കിച്ചൻ വേൾഡിൽ ഉണ്ടാക്കി നോക്കി കഴിച്ചതിന് കമന്റ്സ് അറിയിക്കുക. പുതിയ 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 റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാട്ടാ. ഞാനിത് ഓവനിലാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുപ്പിലും വേണമെങ്കിൽ ചെയ്യാട്ടാ. അടുപ്പില് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന മാതിരി തന്നെ അടുപ്പിൽ വെക്കുക. അടുപ്പിൽ വെക്കുമ്പോ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല ക്രിസ്പി. ആദ്യം അടുപ്പിൽ നിന്ന് എടുക്കുമ്പോ കുറച്ച് മെതുവായിരിക്കും. അങ്ങനെ തന്നെ വെക്കുക. അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചൂടത്തിരുന്ന് ഇത് നന്നായി ക്രിസ്പി ആയിട്ട് വരും. അപ്പൊ നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഇങ്ങനെ വെറൈറ്റി കുക്കീസുകളും റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? ബൈ ബൈ ഫ്രണ്ട്സ്.